ഉസ്താദന്മാരെ കാണുമ്പോഴും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടും, ബാങ്ക് വിളിക്കുമ്പോഴും തലയിൽ തുണിയിടും. ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ഇടണമെന്ന് ആരാ പഠിപ്പിച്ചേ? ബാങ്ക് വിളിക്കണ സമയത്ത് എന്താ തലയിൽ തുണിയിടൽ ഫർള? അല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോൾ തലയിൽ തുണിയിടൽ ഫർള? ആരാ പറഞ്ഞേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അടുത്ത കാലത്ത് ഒരു ഉസ്താദ് വെള്ളിയാഴ്ച ജുമയ്ക്ക് കഞ്ചാവിനെതിരെ വഴുതു പറഞ്ഞു. വെള്ളിയാഴ്ച ജുമയ്ക്ക് ലഹരിക്കെതിരായിട്ടുള്ള പ്രഭാഷണം. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ ബൈക്കിൽ പോയപ്പോൾ എറിഞ്ഞ് തറയിലിട്ട് കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. പറയാൻ പേടിയ എന്തെങ്കിലുമൊക്കെ, കാരണം കാലഘട്ടം അങ്ങനെ. മാതാവിന് സ്വന്തം വീടിൻ്റെ അകത്ത് പോലും വാതിലടയ്ക്കാതെ ബാത്റൂമിനകത്ത് അല്ലെങ്കിൽ കുളിപ്പരയിൽ കയറി കുളിക്കാൻ പേടിയാടോ? ഇന്നത്തെ ഉമ്മമാർക്ക് ഭയമായി. കാരണം എന്ത്? രാത്രി കിടക്കുമ്പോ ഡോറ് കുറ്റിയിട്ടിട്ട് കിടക്കേണ്ട കാലം. സുബ്ഹാനല്ലാഹ്. സ്വന്തം മാതാവിന്റെ വീടി പിടിച്ചിട്ട് വിൽക്കുന്ന മക്കളുടെ കാലം. കുട്ടികളുടെ മനസ്സിലേക്ക് അതങ്ങ് പതിയും, അവന്റെ ഭാവിയിൽ തന്നെ അത് ബാധിക്കും. ഇന്ന് നോക്കിയേ, പെണ്ണുങ്ങൾ വീട്ടിൽ ആരുമില്ല, കുളിക്കാൻ കയറുമ്പോൾ വാതിലിന്റെ ഡോറ് അടച്ചിട്ട് മോളെയും കൊണ്ട് ബാത്റൂമിൽ കയറി പാട്ടും പാടിയിട്ടാ കുളിക്കണേ. ഉമ്മായ്ക്ക് ഒന്നുമില്ല, ഉറത്തും ഇല്ല, ഒന്നുമില്ല. സ്വന്തം മക്കളുടെ മുമ്പിൽ കുഞ്ഞല്ലേ. ആരാ പറഞ്ഞ കുഞ്ഞല്ലേ എന്ന്? എന്റെ ബാപ്പ നിന്നോട് അള്ളാഹു ചോദിക്കത്തില്ലേ നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്? അള്ളാഹു നബി തങ്ങൾ പറഞ്ഞില്ലേ അറഫാ പ്രഭാഷണത്തിൽ, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ നീ പേടിക്കണം അല്ലാഹനെ. നിന്റെ മക്കളെ അള്ളാഹു നൽകിയിരിക്കുന്ന അമാനത്ത, നീ എത്ര വലിയ തങ്ങളാണെങ്കിലും അള്ളാഹു നാളെ നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് വിചാരണ ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു വിടൂല നിന്നെ. നരകത്തിലധികവും പെണ്ണുങ്ങളാ, നരകത്തിലധികവും പെണ്ണുങ്ങളാ. എടോ, ഒരു മുടി പോലും, ഒരു പെണ്ണിന്റെ ഒരു രോമം പോലും, തലയിലെ ഒരു രോമം ഔറത്താ. അത് മറച്ച് അത് തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോ നാളെ അള്ളാഹു നരകത്തിന്റെ ഒരു തൊപ്പി ധരിപ്പിക്കുമെന്നാ. ഇങ്ങനെ ഉരുകി ഒലിക്കും മുഖത്തുകൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുടി ഔറത്താണെന്ന് പറഞ്ഞിട്ട് ഇന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഷാളെന്ന് പറയുന്നത് തലയിലിടാനുള്ളതല്ല. ഇന്നത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തോളിലിടാനുള്ളതായി മാറി. ഇന്നതൊരു ഫാഷനാ. എന്നാ എനിക്ക് തോന്നാറുണ്ട്, എന്തിനാ അതുകൂടെ അങ്ങ് കളഞ്ഞാ പോരെ? ഇപ്പൊ തോളിലിടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇന്നത്തെ സഹോദരിമാര്, പെണ്ണുങ്ങളാകട്ടെ, പ്രായമുള്ളവര് പോലും തലയിൽ തുണിയിടൂല. അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങള് രണ്ട് സമയങ്ങളിൽ, പണ്ടത്തെ പെണ്ണുങ്ങൾ പഠിച്ചവനെ ഭയങ്കര അദബും മര്യാദയൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്നത് രണ്ട് സമയങ്ങളിലാ. എപ്പോഴൊക്കെയാ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്നത്? രണ്ട് സമയങ്ങളിൽ തലയിൽ തുണിയിടും. ഒന്ന്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ. ബാങ്ക് വിളിക്കണ സമയത്ത് ഈ പെണ്ണുങ്ങളുടെ ഒരു ധൃതി കാണണം, തലയിൽ തുണിയിടാൻ. എവിടെ എന്നാ ചോദിക്കണേ? അടുക്കളയിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാ ബാങ്ക് വിളിക്കണേ. എവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. ഉമ്മായും മോളും കൂടെ ഷാള് തരയും. അപ്പോഴാ ഒരെണ്ണം കിട്ടിയേ. അല്ലാഹുവേ, ഇങ്ങനെ 50-50 അമ്മായി മോള് വിടാറ്. ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞെടുത്ത് ഒറ്റ ഏറ് കഴിഞ്ഞു, പോയി, തീർന്നു, തീർന്നു. പിന്നെ ഈ പെണ്ണുങ്ങള്, ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പെണ്ണുങ്ങൾ പിന്നെ തലയിൽ തുണിയിടുന്ന രണ്ടാമത്തെ സമയം ഉസ്താദന്മാരെ കാണുമ്പോഴാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരെ കാണുമ്പോഴും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടും. ഇപ്പത്തെ കാര്യമല്ല, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയണട്ടാ. ഇപ്പൊ ഉസ്താദിനെ കണ്ട ഉള്ളതുകൂടെ ഊരിക്കളയും. അതാ, ഉസ്താദാണ് ഇരിക്കുന്നെങ്കിൽ വേറെ ആരെങ്കിലും ഇരുന്ന കുഴപ്പമില്ല. ഒരു തൊപ്പി ഇട്ടവനായിരിക്കുന്നെങ്കിൽ ഇത്തിരി കൂടെ ഓവറാ പെൺകുട്ടികൾ. ഉസ്താദന്മാരെ കാണുമ്പോഴും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടും, ബാങ്ക് വിളിക്കുമ്പോഴും തലയിൽ തുണിയിടും. ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ഇടണമെന്ന് ആരാ പഠിപ്പിച്ചേ? ബാങ്ക് വിളിക്കണ സമയത്ത് എന്താ തലയിൽ തുണിയിടൽ ഫർള? അല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോൾ തലയിൽ തുണിയിടൽ ഫർള? ആരാ പറഞ്ഞേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇടുന്നെങ്കിൽ എപ്പോഴും ഇടണം, ഇല്ലെങ്കിൽ ഇടാതെ അടക്കണം. എന്റെ പ്രിയപ്പെട്ടവർ, ഉസ്താദിനെ എന്ത് പഠിക്കാൻ? ഉസ്താദിന് എന്ത് ഭയക്കാം? ഉസ്താദ് ആരാ? അള്ളൊന്നും അല്ലല്ലോ. അയാൾ അള്ളൊന്നുമല്ലേ? എന്താ ഉസ്താദിനെ കണ്ടപ്പോ തലയെ തുണിയിടാത്തതിന്റെ പേര് നരകത്തിലൊന്നും ഇടൂല്ലല്ലോ. ഇടുകയാണെങ്കിൽ എപ്പോഴും ഇടണം. ഇപ്പൊ പിന്നെ ഒന്നുമില്ലടോ. ഹാജിയാരുടെ പെണ്ണുമ്പിള്ളയുടെ കോലം കാണണം. പള്ളിയിലെ ഹാജിയാരാ, പ്രസിഡന്റാ, സെക്രട്ടറിയാ. ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും പറഞ്ഞല്ല കേട്ടോപ്പാ, നിങ്ങൾ അങ്ങനെ വിചാരിച്ചേക്കല്ലപ്പാ. ഇവിടെ പള്ളിയിലെ നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. പള്ളിയുടെ മുമ്പിൽ വണ്ടി വന്ന് നിൽക്കും. ഫ്രണ്ടിലെ സീറ്റിൽ നിന്ന് ഹാജിയാർ ഇറങ്ങും. ജുബ്ബ, തൊപ്പി, കമീസ്, നിസ്കാര തഴമ്പ്, കയ്യിൽ തസ്ബീ. അല്ലോ പടച്ചോനെ, എന്ത് നല്ല മനുഷ്യൻ. ഡോറ് തുറന്നും കിട്ടി ഇറങ്ങും. പടച്ചോനെ, കാണാൻ എന്തൊരു അത്ഭുതം എന്നറിയോ? പുറകിലത്തെ ഡോർ അങ്ങോട്ട് തുറന്ന് കുറെ മലക്കുകളോടെ ഇറങ്ങും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഫ്രണ്ടിൽ വന്നിറങ്ങുന്ന ആളെ കാണണം. അയാളെ ജുബ്ബയും തൊപ്പിയും താടിയൊക്കെ ഇത്രയുണ്ട്. കയ്യിൽ തസ്ബീയും പിടിച്ചിട്ട് ഹാജിയാരെന്ന് വിളിക്കണേ.
ഇന്ന് ബാക്കിലെ ഡോറ് തുറന്നിട്ട് ഒന്നീ കൂടെ ഹൂറിലീങ്ങളും ഇപ്പുറത്ത് മലക്കുകളും ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കൾ ഇറങ്ങുന്ന രംഗം ഔറത്ത് പോലും മറച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നാക്കാൻ സമയമില്ല. സ്വന്തം മക്കളെ നന്നാക്കാൻ, സ്വന്തം ഭാര്യയെ നന്നാക്കാൻ. എടി, ഇത് തെറ്റാണ്. തലയിൽ തുണിയിട്. ഔറത്ത് മറച്ചുകൊണ്ട് ഏത് ഉമ്മയ്ക്ക് അറിയാത്ത എടാ, ഇന്നത്തെ കുട്ടികൾ രാത്രി നോക്കിക്കേ, ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ കീറിയ പാൻറ് ഇട്ടുകൊണ്ടാ നടക്കണവന്മാര്. അതൊക്കെ പോകട്ടെ, കീറിയ പാൻറ് ആർക്കാ? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത ആരാ? ഇന്ന് പടച്ചവനെ സായിപ്പിട്ട നിക്കർ ഇല്ലേ, വെറുമ്പൂടാ, ഇപ്പൊ എല്ലാം ഉപയോഗിക്കുന്നതാ. ഇന്ന് ഇത്രയിടത്തുള്ള പടച്ചവനെ. പണ്ടൊക്കെ അള്ളാഹു വീടിനകത്ത് പോലും ധരിക്കാത്ത വസ്ത്രം ഇന്ന് റോഡിലൂടെ നടക്കുമ്പോഴും ചെറുപ്പക്കാരൻ മുട്ടിന്റെ മുകളിൽ നിൽക്കുന്ന നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു. ഫാഷൻ. പെൺകുട്ടികൾക്ക് ഇപ്പൊ വസ്ത്രം കുറഞ്ഞുകൊണ്ടിരിക്കുക. പടച്ചവൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവരുടെ വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം പടച്ചവനെ മാക്സിമം തുറന്നിടാൻ പറ്റും തുറന്നിടാ. ഇതുമാകട്ടെ നമ്മുടെ പെൺമക്കൾ. ഉമ്മ, നീ നോക്കാറില്ലേ ഉമ്മ? നിന്റെ മക്കളുടെ വസ്ത്രം നീയല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നേ? നീ ഫർദ ഇട്ടിട്ട് ഈ പണി കാണിക്കാൻ പാടില്ലല്ലോ. എന്റെ ബാപ്പ, നിന്നോട് അള്ളാഹു ചോദിക്കത്തില്ലേ നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്? അള്ളാഹു നബി തങ്ങൾ പറഞ്ഞല്ലേ അറഫ പ്രഭാഷണത്തിൽ, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ നീ പേടിക്കണം അല്ലാഹനെ. നിന്റെ മക്കളെ അള്ളാഹു നൽകിയിരിക്കുന്ന അമാനത്ത. നീ എത്ര വലിയ തങ്ങളാണെങ്കിലും അള്ളാഹു നാളെ നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് വിചാരണ ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വിടൂല നിന്നെ. അതാ ഖുർആൻ പറഞ്ഞത്. അവിടെ ഖുർആൻ പറഞ്ഞല്ലോ, അൻഫുസകും വഅഹ്ലീകും നാറ. നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ല അല്ലാഹ് പറഞ്ഞേ. സിറാജേ, നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ല അല്ലാഹ് പറഞ്ഞേ. എടാ, പോകുമ്പോ പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോടാ. ആ നരകത്തിൽ നിന്ന് അവരെ കൂടെ രക്ഷപ്പെടുത്ത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഇന്നത്തെ കുട്ടികൾ പുറത്തെ കാര്യം പോകട്ടെ, എന്റെ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഉപ്പ, നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൾ സ്വന്തം വീടിന്റെ അകത്ത് പോലും ഈ ഔറത്ത് തുറന്നിട്ട് കൊണ്ടിരിക്കുന്ന വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുമ്പോ പ്രായപൂർത്തിയായ സ്വന്തം സഹോദരിയുടെ മുമ്പിലൂടെ നിന്റെ മകൻ നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു. അവന്റെ ചെവിക്കൊന്ന് പിടിച്ചിട്ട്, ഇത് തെറ്റാടാ, ഈ പെണ്ണ് പ്രായമായതാ, ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കല്ലേ എന്ന് പറയാനുള്ള ഒരു മനസ്സുപോലും നിനക്കില്ലാതെ പോകുന്ന എന്തുകൊണ്ടാ? സ്വന്തം മകള് 15കാരി 18കാരി സ്വന്തം കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നൈറ്റസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം അത് വിട്ടോണ്ടാ നടക്കുന്നേ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജെ, കൂടപ്പുറപ്പുകളല്ലേ? വല്ലാത്ത ചോദ്യം. അവര് സഹോദരനും സഹോദരിയല്ലേ? അവരുടെ മുന്നിൽ ഇപ്പൊ ഔറത്ത് എന്താ? സഹോദരന് ഇപ്പൊ സഹോദരിയുടെ ഔറത്ത് കണ്ട എന്താ കുഴപ്പം? കൂടപ്പറപ്പുകളല്ലേ? അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, കൂടപ്പറപ്പിന്റെ ഔറത്ത് കാണാവോ? നിനക്ക് നിന്റെ താത്താടെ ഔറത്ത് കാണാമോ? നിന്റെ അനിയത്തിയുടെ ഔറത്ത് നിനക്ക് കാണാമോ? നിന്റെ ഔറത്ത് നിന്റെ അനിയത്തി എന്തിന്? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പാടെ ഔറത്ത് നിനക്ക് കാണാവോ? അള്ളാന്റെ ദീൻ പഠിക്ക്. എനിക്ക് എന്റെ വാപ്പയുടെ ഔറത്ത്, എന്റെ ഉമ്മയുടെ ഔറത്ത്, എന്റെ ഉമ്മയുടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? എന്റെ ഉപ്പയുടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ എന്തേ പഠിപ്പിച്ചേ? നിങ്ങളൊക്കെ വിചാരിച്ചോ ഈ മക്കളൊക്കെ വെറുതെ അങ്ങ് നന്നാകുമെന്ന്? പള്ളിയിലെ ഖത്തീബിന്റെ കൈ പിടിച്ചിട്ട്, തങ്ങന്മാരുടെ കൈ പിടിച്ചിട്ട് നന്നാകാൻ ദുആ ചെയ്യ്. ഇതെന്താ മിശീകനാ? നിങ്ങൾ എന്താ വിചാരിച്ച പെട്ടെന്ന് അങ്ങ് നന്നാവുന്ന? എങ്ങനെ മക്കളെ വളർത്തണം? ഇംഗ്ലീഷ് പടം കാണുന്നത് വാപ്പായും മക്കളും ഒരുമിച്ചിരുന്ന ഇന്നത്തെ ഏതെങ്കിലും ഒരു ഫിലിം, ഇന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരു ഫിലിം ഒരു കൂടപ്പുറപ്പുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റും? ഒരു ഭാര്യക്കും ഭർത്താവിനിരുന്ന് കാണാൻ പറ്റുമോ? എന്റെ പടച്ചവരെ, ഇന്ന് വൃത്തികേടില്ലാത്ത ഏത് ഫിലിമാ ഉള്ളേ? ഇന്ന് വൃത്തികേടില്ലാത്ത ഏത് ഫിലിം ഒരു വാപ്പയ്ക്കോ മക്കൾക്കോ ഭാര്യയ്ക്കും ഭർത്താവിനെങ്കിലും നാണമുള്ളവനെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഫിലിമുകളായി ഇറങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാണുന്നത് ഒരുമിച്ചിരുന്ന് അരപ്പാവാടായിട്ട് ആടുന്നത് വാപ്പായും മക്കളും ഇരുന്നിട്ട് ബറക്കത്തിന് കാണാ. എന്തടോ ചങ്ങായി, എന്തെങ്ങനായി പോയേ? അള്ളാന്റെ ദീൻ പറഞ്ഞ് എന്തെന്നറിയോ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആൻ, ഞാനല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഒന്നാമത് ഞാൻ ഇവരിയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും. സാധാരണ വാഴ്തിന്റെ മജ്ലിസിൽ നിന്ന് ഉസ്താദന്മാർ എഴുന്നേറ്റ് പോകും. ഇപ്പൊ പ്രായമുള്ള ഉസ്താദൊക്കെ ഒരുപാട് മുദരിസൊക്കെ ആയിരിക്കുന്ന ഉസ്താദന്മാരാ. അള്ളാഹു അവരുടെയൊക്കെ ഖിദ്മത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, പ്രായപൂർത്തിയാകാത്ത മക്കൾ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നല്ലേ? അപ്പൊ 10 തന്നെ കൂട്ട്. ഈ 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല, ചൂടായില്ലേപ്പാ? ചൂടുണ്ട? ഇതൊക്കെ എന്ത് ചൂടിടോ?
നാളെ മസറയില് വിയർപ്പ് താഴൂല, ചെമ്പിന്റെ തറയായത് കാരണം. ചെമ്പിന്റെ തറയായത് കാരണം വിയർപ്പ് താഴാഞ്ഞിട്ട് ഇങ്ങനെ മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ ചിലരിങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്ന. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്താ? ഗൾഫിലൊക്കെ ആൾക്കാരുടെ ചൂടോ? നമ്മുടെ മക്കള് ഭർത്താക്കന്മാരൊക്കെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളിന്റെ വാപ്പയും ഉമ്മയും റൂമിന്റെ അകത്തുള്ളപ്പോൾ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ റൂമിൽ കയറരുത്. ആര്? 25 വയസ്സുകാരനല്ല, 15 വയസ്സുകാരനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. പെണ്ണുങ്ങളൊക്കെ കേട്ടോ, നല്ലതുപോലെ കേട്ടോ. ചിലപ്പോൾ കെട്ടിടത്തിന്റെ മുകളിലായിരിക്കണത്. അള്ളാഹു നിങ്ങളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, അള്ളാന്റെ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് വാപ്പായും ഉമ്മായും റൂമിന്റെ അകത്തുണ്ട്. അവരുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ ഇങ്ങനെ തട്ടണം, കേറി വരട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടേ കേറാവൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ 3 സമയം എപ്പോഴാ? ഒന്ന് വെളുപ്പാങ്കാലത്ത്, സുബഹിക്ക് മുമ്പുള്ള സമയം. 2 നട്ടുച്ച സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം. ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു സമയമുണ്ട്. പിന്നെ രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ റൂമിൻ്റെ അകത്ത് അനുവാദം ചോദിക്കാതെ മക്കള് കയറരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ ഈ സമയത്തിന്റെ പ്രത്യേകത? ഈ 3 സമയത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. മുണ്ടെടുക്കാറില്ലേ? നിങ്ങളെന്താ പാൻറ്റ ഇടാറ്? എടാ, രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ടല്ലേ ഉറങ്ങണ? നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് എന്താ? ആ മുണ്ട് എവിടെന്നാ. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് എന്റെ മുണ്ട് എവിടെ? ഇതാ കിടക്കണ, കട്ടിലിന്റെ താഴെ കിടക്കണ, ആക്കെടുത്തെടുത്ത. നിങ്ങൾ ചിന്തിച്ചു, 4:30 5 മണിക്ക് നിങ്ങളുടെ മക്കളെങ്ങാണം അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൽ കയറി വന്ന ഗോവക്കടപ്പുറത്ത് സായിപ്പ് കിടക്കണ പോലെ വാപ്പ കിടക്കണേ. എടാ, വാപ്പ കിടക്കണത് എങ്ങനെ? അറിഞ്ഞുകൊണ്ടല്ല, ഉറക്കത്തിൽ വാപ്പയുടെ മുണ്ടഴിഞ്ഞിട്ട് വാപ്പയുടെ ഔറത്ത് തുറന്നിട്ട് കൊണ്ടാ കിടക്കണേ. ഈ സമയത്ത് മക്കള് കയറി വന്നാലോ? പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, മക്കൾ ആ സമയത്ത് കയറി വന്നാൽ വാപ്പയുടെ ഔറത്തു മക്കള് കാണും, ഉമ്മയുടെ ഔറത്തു മക്കള് കാണും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, മാതാപിതാക്കളുടേതാണെങ്കിലും കാണണ്ട. മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണരുത്, പ്രത്യേകിച്ച് കുട്ടികൾ കാണരുത്. എനിക്ക് എന്റെ ഉമ്മയുടെ ഔറത്ത് ഇന്ന് കണ്ടാൽ എനിക്കൊന്നും തോന്നാറില്ല. എന്റെ ഉമ്മയല്ലേ, എന്റെ ഉപ്പയല്ലേ, ആർക്കാ തോന്നാ? ആർക്കും ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറയുന്നു കാണണ്ട, പ്രത്യേകിച്ച് കുട്ടികൾ കാണാൻ പാടില്ല. കാരണം എന്താ? ചുട്ടയിലെ ശീലം, ചുട്ടയിലെ ശീലം ചുടല വരെ. ഇവന്മാർക്ക് കാഞ്ഞ ബുദ്ധിയാ. പണ്ടത്തെ പോലൊന്നുമല്ല, കുട്ടികൾക്ക് വല്ലാത്ത ബുദ്ധിയാ. വാപ്പാക്ക് വാട്സപ്പ് അറിയില്ല, ഫേസ്ബുക്ക് എല്ലാം അറിയില്ല, ഇൻസ്റ്റാഗ്രാം അറിയില്ല. ഈ ചെറുതിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു തരുമല്ല. എടോ, ഇന്നത്തെ കുട്ടികൾ വല്ലാതെ നമ്മളെക്കാലം അമിതം ചിന്തിക്കുന്നവരാ, നമ്മളെ പൊട്ടിക്കാൻ നോക്കുന്നവരിവര്. എടോ, കുട്ടികളുടെ മനസ്സിലേക്ക് അതങ്ങ് പതിയും, അവന്റെ ഭാവിയിൽ തന്നെ അത് ബാധിക്കും. ഇന്ന് നോക്കിയേ, പെണ്ണുങ്ങൾ വീട്ടിൽ ആരുമില്ല, കുളിക്കാൻ കയറുമ്പോൾ വാതിലിന്റെ ഡോറ് അടച്ചിട്ട് മോളെയും കൊണ്ട് ബാത്റൂമിൽ കയറി പാട്ടും പാടിയിട്ടാ കുളിക്കണേ. ഉമ്മാക്ക് ഒന്നുമില്ല, ഉറത്തും ഇല്ല, ഒന്നുമില്ല. സ്വന്തം മക്കളുടെ മുമ്പിൽ കുഞ്ഞല്ലേ. ആരാ പറഞ്ഞ കുഞ്ഞല്ലേ എന്ന്? ആ മനസ്സിലേക്ക് അത് പതിഞ്ഞു പോകും. പെങ്ങളെ, നിന്റെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അത് പതിഞ്ഞു പോകും. വളരെ ശ്രദ്ധയോടുകൂടി. എന്തിന്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? ഞാൻ എന്റെ കുട്ടികളോട് ചോദിക്കട്ടെ, ഈ പണ്ടുള്ള ഉമ്മമാര് ഗർഭിണികളോട് പറയും, നിങ്ങൾ നല്ല കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എടാ, ഗർഭിണി ചങ്ങായിമാരെ ഉണ്ടായിരടാ, നിങ്ങളും കൂടെ തുടങ്ങിയ പിന്നെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരെ? ചങ്ങായിമാരെ ഉണ്ടായിരിക്കടാ, നിങ്ങൾക്കല്ലേ വഴുതു പറയണം, നിങ്ങൾ അതിനിടയിൽ കൂടെ പറയുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. പേടിയാടോ മാരെന്താ ചെയ്യണമെന്ന് അറിയില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ പണ്ടൊരു പള്ളി, ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് വെള്ളിയാഴ്ച ജുമയ്ക്ക് കഞ്ചാവിനെതിരെ വഴുതു പറഞ്ഞു. വെള്ളിയാഴ്ച ജുമയ്ക്ക് ലഹരിക്കെതിരായിട്ടുള്ള പ്രഭാഷണം. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ, ബൈക്കിൽ പോയപ്പോൾ എറിഞ്ഞ് തറയിലിട്ട് കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. പറയാൻ പേടിയ എന്തെങ്കിലുമൊക്കെ, കാരണം കാലഘട്ടം അങ്ങനെ.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഈ ഉമ്മമാർ മക്കളുടെ കാര്യം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, പണ്ടത്തെ ആൾക്കാർ പറയും ഗർഭിണികളോട്, മക്കളെ നല്ല കാര്യം ചെയ്യണം കേട്ടോ, നിങ്ങൾ ഖുർആൻ ഓതണം, നിങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന സമയത്ത് പോലും വളരെ സൂക്ഷ്മത പുലർത്തണം. എന്തുകൊണ്ടാ? നമ്മൾ വിചാരിക്കണത് എടോ കുഞ്ഞുങ്ങൾക്കെല്ലാം തിരിയുവിടോ. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ബുദ്ധി ഉള്ളതാകട്ടെ ബുദ്ധി ഇല്ലാത്തതാകട്ടെ, ഏത് കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയ കുഞ്ഞിന്റെ കരച്ചിൽ മാറും. ഏത് കരയുന്ന കുഞ്ഞാകട്ടെ, ഏത് ഉറങ്ങാത്ത കുഞ്ഞാകട്ടെ, ഈ കുഞ്ഞിനെ എടുത്ത് വെച്ച് കയ്യിൽ ഇങ്ങനെ ആട്ടിയാൽ കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ മാറും. ഇതെവിടെ നിന്നാ പഠിച്ചേ? ഈ കുട്ടിക്ക് ആരാ ഇത് പഠിപ്പിച്ചു കൊടുത്തേ? ഏതൊരു കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ താരാട്ട് പാടുമല്ലോ, ഇങ്ങനെ ആട്ടാറുണ്ട്. ഇങ്ങനെ അത് ആട്ടുമ്പോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിൽക്കും, അവർ ഉറങ്ങും. ഇതെവിടെ നിന്ന് പഠിപ്പിച്ചതാ? ഏത് ഉസ്താദാ പഠിപ്പിച്ചേ? ഏത് മദ്രസയിൽ നിന്നാ പഠിച്ചേ? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? ബുദ്ധിയുള്ളവർ ചിന്തിക്ക്. ഇതെവിടെ നിന്ന് പഠിച്ചതാണെന്നറിയോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും വയറ്റിൽ വെള്ളം കുറവാന്നല്ലേ. ഉമ്മാടെ വയറിനകത്ത് കിടക്കുന്ന വെള്ളത്തിനകത്ത് കിടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആട്ടുമ്പോൾ ഉറങ്ങുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ കുഞ്ഞിന് ബുദ്ധിയുണ്ടോ? ആ വയറിനകത്ത് കിടക്കുമ്പോ പോലും ആ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ആടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് പോലും നമ്മുടെ മക്കൾ കേൾക്കും. അത്രത്തോളം നല്ല കാര്യങ്ങൾ. ഈ രാത്രിയിൽ ചില പെൺകുട്ടികൾ ഗർഭിണിയായ എപ്പോഴും മൊബൈലില്ല, ഉറക്കമൊന്നുമില്ല. പ്രസവിച്ച് കഴിയുമ്പോൾ പറയും ഉസ്താദെ രാത്രി മൊത്തവും കണ്ണു തുറന്നിരിക്കുക, ഉറങ്ങാൻ പെടുന്നില്ലെന്ന്. നീ ഗർഭിണിയായിരുന്നപ്പോ ദിക്ർ പറഞ്ഞോണ്ടിരിക്കുമല്ലായിരുന്നോ? ഈ പെണ്ണുങ്ങള് ഉമ്മയുടെ സ്വഭാവം മക്കൾക്ക് ഉണ്ടാവുന്നല്ലേ. നീ രാത്രി ഉറങ്ങാതിരുന്നു. എടാ ചെറിയ കുഞ്ഞ ഉമ്മയുടെ പോക്കറ്റിൽ നിന്ന് ബാപ്പാടെ പോക്കറ്റിൽ നിന്ന് ഫോൺ പൊക്കുക. എങ്ങനെ ആ സാധനം ഉറക്കത് ഉമ്മ ഉപയോഗിക്കണ കണ്ട് പഠിച്ചു പോയി. നല്ല മക്കളാകണമെങ്കിൽ വെറുതെ കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ പോലും നിങ്ങൾ എത്രയോ സൂക്ഷ്മത പുലർത്തണം. ഇന്ന് അങ്ങനെ വല്ല ഉണ്ടോടോ? ഇന്ന് വാപ്പയും ഉമ്മയുണ്ടോ? എന്തെങ്കിലും ബഹുമാനമുണ്ടോ? എന്തെങ്കിലും സ്നേഹമുണ്ടോ? സ്വന്തം ഉമ്മയുടെ നഗ്നചിത്രം എടുത്തിട്ട് വിൽക്കുന്ന മക്കളുടെ കാലം. മാതാവിന് സ്വന്തം വീടിന്റെ അകത്ത് പോലും വാതിലടയ്ക്കാതെ ബാത്റൂമിനകത്ത് അല്ലെങ്കിൽ കുളിപ്പരയിൽ കയറി കുളിക്കാൻ പേടിയാടോ? ഇന്നത്തെ ഉമ്മമാർക്ക് ഭയമായി. കാരണം എന്ത്? രാത്രി കിടക്കുമ്പോ ഡോറ് കുറ്റിയിട്ടിട്ട് കിടക്കേണ്ട കാലം. സുബ്ഹാനല്ലാഹ്. സ്വന്തം മാതാവിന്റെ വീടി പിടിച്ചിട്ട് വിൽക്കുന്ന മക്കളുടെ കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി? നാണമുണ്ടോ? സ്വന്തം കൂടപ്പിറപ്പിന്റെ കട്ടിലിനടിയിൽ നിന്ന് എടുത്തൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ കട്ടിലിനടിയിൽ 2 ദിവസമാ കാമുകൻ താമസിച്ചേ. 2 ദിവസം കാമുകൻ താമസിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ പിടിച്ചത്. സഹായിച്ചതാരാ? സ്വന്തം താത്ത തന്നെ. കാണിക്കും, എന്ത് വൃത്തികേടും കാണിക്കും. ലജ്ജയില്ല. ഈ ഉമ്മത്തിനില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ എന്തും കാണിക്കുകയാ. ഇന്നിതൊന്നും പാപമല്ലാതെയായി മാറി. ഇതൊക്കെ നമ്മൾ കള്ളുകുടിയും കഞ്ചാവടിയും മാത്രമേ പാവമുള്ളൂ. ഇതൊന്നും പാവമല്ല. ഈ കാണുന്നതും പടച്ചവനെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിന്റെ ഹറാമാണ്, വ്യഭിചാരമാണ്. നാവ് കൊണ്ട് പറയിൽ പോകുന്ന തിരിച്ചു പോകുന്നത്. ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ കൂടെ ബൈക്കിൽ കയറി പോവുകയാ. അള്ളാന്റെ ദീൻ പറയുമ്പോ മനസ്സിലാക്കണം. വഅദ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ചേട്ടത്തി എന്നല്ലേ പറയാ? എന്താ പ്രസിഡന്റ്? ചേട്ടത്തി എന്നല്ലേ പറയാ? ജ്യേഷ്ഠന്റെ ഭാര്യ എന്താ പറയാ? ഞങ്ങളുടെ നാട്ടിൽ മൈനി എന്ന് പറയും. ചേട്ടന്റെ ഭാര്യ ആരോടെ പോണ്? അനിയന്റെ പൾസറിന്റെ പുറകില്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വഅദ് കേൾക്കാൻ വന്നതാ. വഅദ് കേൾക്കാൻ അനിയ ഒന്ന് വിട്ടുകാരുടെ താത്തായ കയറ്റി പോവാ. പടച്ചവനെ കണ്ടവന്റെ ഏത് ആള് കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ എപ്പോഴും നാട്ടുകാരെ സൂക്ഷിക്കും. എന്നാൽ നാട്ടുകാരെ അല്ല സൂക്ഷിക്കണ്ടേ, കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവനാകുമ്പോ പിന്നെ സംശയമൊന്നുമില്ല, എപ്പോഴും വീട്ടിൽ കയറി ഇറങ്ങി പോകാം. അങ്ങനെ ചില ബന്ധുക്കൾ, അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. എല്ലാത്തിനും ഒരു പരിധി
സൂറത്താ, നീ ഭയക്കണം അല്ലാഹനെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ. അള്ളാന്റെ റസൂലിനേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീവിക്ക്. നബിതങ്ങൾ 25-ാമത്തെ വയസ്സിലാണ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത്. ഇവര് രണ്ടുപേരും 25 വർഷമാണ് ജീവിച്ചത്. ഒരിക്കൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ നബിയേ, എപ്പോഴും മലക്കുകൾ നിങ്ങളെ കാണാൻ വരുമല്ലോ, എപ്പോഴും മലക്കുകൾ നിങ്ങളെ കാണാൻ വരുമല്ലോ, നിങ്ങൾ എപ്പോഴും മലക്കുകളോട് സംസാരിക്കുമല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇനി എപ്പോഴെങ്കിലും റഹ്മത്തിന്റെ മലക്കുകൾ വരുമ്പോ എന്നോടൊന്ന് പറയണേ നബിയേ, എന്നോടൊന്ന് പറയണേ നബിയേ. ആരാ ചോദിക്കുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് പറയുകയാണ്, ഇനി എപ്പോഴെങ്കിലും നബിയേ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമ്പോ എന്നോടൊന്ന് പറയണേ നബിയേ, എനിക്കവരെ കാണാനാ നബിയേ. ഖദീജ ബീവിയുടെ ആഗ്രഹമാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം പറഞ്ഞു, ഖദീജ, റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു ഖദീജ, റഹ്മത്തിന്റെ മാലാകമാര് വരുന്നു ഖദീജ, കണ്ണു തുറന്നു നോക്ക് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ സങ്കടത്തോടെ ഇരിക്കുന്ന ഖദീജയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റി ഖദീജ? മലക്കുകളെ കണ്ടില്ലേ, മലക്കുകളെ കണ്ടില്ലേ യാ റസൂലല്ലാഹ്? ഖദീജ ബീബി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാണ്. മുത്തുനബിയുടെ കൂടെ 25 കൊല്ലം ജീവിച്ച മഹദിയാണ് ഖദീജ. ഖദീജ ബീബി കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് കാണാൻ പറ്റിയില്ല നബിയേ, എനിക്ക് കാണാൻ പറ്റിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഖദീജ, എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഖദീജ? അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്തോ ഖദീജ? നബിയേ, 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ കഴിയുന്നവളാണല്ലോ, എന്നെ കുറിച്ച് അറിയില്ലേ നബിയേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് കാണാൻ പറ്റാതെ ഇരുന്നത്? ഖദീജ ചെയ്ത തെറ്റെന്തെന്നറിയോ? കേൾക്കാമെന്ന് പെരുങ്ങള് സ്വന്തം വീടിന്റെ അകത്ത്, സ്വന്തം വീടിന്റെ അകത്ത് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, ഖദീജ ബീവിയുടെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, അതല്പം ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്, ഒരല്പം പുറത്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് റഹ്മത്തിന്റെ മാലാകമാരെ കാണാൻ പറ്റാതെ പോയതെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, റോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ കഥയല്ല, കല്യാണ വീട്ടിൽ പോകുന്ന പെണ്ണിന്റെ കഥയല്ല, വയല് കേൾക്കാമെന്നിരിക്കുന്ന ഉമ്മയുടെ കഥയല്ല, സ്വന്തം വീടിന്റെ അകത്ത് ഭർത്താവിന്റെ മുമ്പിൽ പടച്ചവനെ ഒരുപാട് ഉദറുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് വിട്ടുവീഴ്ചകൾ ഉണ്ടല്ലോ. ആ വീടിന്റെ അകത്ത് പോലും ഖദീജ ബീവിയുടെ തലയിലെ ഒരു രോമം ഇങ്ങനെ പുറത്ത് കിടന്നപ്പോ റഹ്മത്തിന്റെ മാലാകമാരെ കാണാൻ പറ്റിയില്ല എന്ന് ചരിത്രം അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏത് സമയമാകട്ടെ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, അവര് നാളെ നമുക്ക് നരകം വാങ്ങിത്തരും സഹോദരാ. അതുകൊണ്ട് തെറ്റ് കണ്ടാ തിരുത്തിക്കോ. ഏതുപോലെയും അറിയുവോ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുമ്പോഴാ
തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടുകയാണ്. താവാള് കൊണ്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരം അവിടെ നിന്ന് വെട്ടി നുറുക്കുമ്പോ തന്റെ ഭർത്താവ് കണ്ണിന്റെ മുമ്പിൽ കടന്ന് വെട്ടുകൊണ്ട് പിടയുകയാണ്. നായിലാ ബീബി റളിയല്ലാഹു തആല അൻഹാ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാണ്. ഈ വഅദ് കേൾക്കാമെന്ന് എന്റെ ഭർത്താക്കന്മാരോട് പറയുകയാ, വാപ്പമാരോട് പറയുകയാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടി നുറുക്കുകയാണ്. പടച്ചവരെ, ഭർത്താവ് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് വെട്ടി നുറുക്കിയിട്ടിരിക്കുമ്പോ മഹദിയായ നായിലാ ബീബി റളിയല്ലാഹു തആല അൻഹ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുകയാ. ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ ഏതൊരു ഭാര്യയും പിടയുമല്ലോ. നായിലാ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് നിന്ന് നിലവിളിക്കുമ്പോ സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി അറിയുമോ വാപ്പാ? ഭർത്താക്കന്മാരെ, സ്വന്തം ഭാര്യ തലമറയ്ക്കാതെ ഇറങ്ങി പോകുമ്പോ സാരിയുടെത്തി വയറും കാണിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്ത ഭർത്താവിനോട് പറയുകയാണ്, സ്വന്തം മക്കളെ തലമറയ്ക്കാതെ നടക്കുമ്പോ, മോശമായ വസ്ത്രവും ഭരിച്ച് നടക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കാത്ത വാപ്പാ, തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഉസ്മാൻ തങ്ങൾ നിലവിളിക്കുന്ന ഭാര്യ വിളിക്കുന്നു, നായിലാ, നായിലാ, എന്റെ കാര്യം വിട്ടേക്ക് നായിലാ, എന്റെ കാര്യം വിട്ടേക്ക് നായിലാ. ഇവരെന്നെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഇവരെന്നെ വെട്ടി നുറുക്കി കൊല്ലട്ടെ നായിലാ. എനിക്ക് സങ്കടമില്ല, എനിക്ക് പേടിയില്ല. എനിക്ക് പേടി ഇവരുടെ കാര്യത്തിലല്ല, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാനായില്ല, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാനായില്ല. എന്താ പേടിയെന്നറിയോ? തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ, ചാടി എഴുന്നേറ്റപ്പോ, നിലവിളിച്ചപ്പോ നായിലാ ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാ. നായിലാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാണ്. അല്പം മുടി ഇങ്ങനെ പുറത്ത് കാണുകയാണ്, അല്പം മുടി ഇങ്ങനെ പുറത്തു കാണുകയാണ്. ഉസ്മാൻ തങ്ങൾ പറയുന്നു, നായിലാ, നിന്റെ ഔറത്ത് അന്യപുരുഷന്മാര് കാണുന്നു, അതുകൊണ്ട് തലമറയ്ക്കാനായില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയാനായില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ വേളയിൽ പോലും തന്റെ പ്രിയപ്പെട്ടവരുടെ തലയിലെ ഒരു രോമം പുറത്ത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് തിരുത്തുകയാണ്, അവിടെ നിന്ന് തലമറയ്ക്കാൻ പറയുകയാണ്, അല്ലാഹുവിനെ പേടിക്കാൻ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും അസൂയ തോന്നിയടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്പമൊക്കെ നാണം വേട്, അല്പമൊക്കെ ലജ്ജ വേട്, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്. മക്കളെ, ചെയ്യുന്നത് പടച്ച റബ്ബ് കാണുന്നുള്ള ബോധം വേട്. നീ മാത്രമല്ല, റോഡിലൂടെ പോകുന്നവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഉസ്താദന്മാരുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വലിയകളുണ്ട്. മക്കളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം, ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു, ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. പടച്ചവനെ, ലജ്ജയെന്ന് പറയുന്നത് നല്ല ഒരു സ്വഭാവമാണ്. ചിലര് പറയാറുണ്ട്, അവനൊരു പെണ്ണിനെ പോലെ ഇരിക്കുകയാണ്, ഇവൻ ആരോടും മിണ്ടാറില്ല, ഇവക്ക് വല്ലാത്ത നാണമാണ്. ഉമ്മ പറയുന്നവന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാ, ആണുങ്ങളെ വീട്ടിൽ കയറി വരുമ്പോ ഉമ്മ പറയുകയാ, അങ്ങോട്ട് നിൽക്ക്. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ. ഉമ്മമാരുടെ പരാതി എന്താ? വീട്ടിൽ ആര് വന്നാലും ഇവളും മിണ്ടൂല, ആരുടെ മുമ്പിലും പോയി നിൽക്കൂല, ഇവക്ക് ഭയങ്കര നാണാ. ഉസ്താദെ, ഇവനെങ്ങനെ എപ്പോ നോക്കിയാലും റൂമിനകത്ത് കയറി ഇരിക്കുക, ആരോടും മിണ്ടത്തുമില്ല, പോത്തുമില്ല, ഭയങ്കര ലജ്ജയാന്നാ പറയുന്നത്.
നബിതങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ മോനാണെങ്കിൽ ആരുടെ മുമ്പിലും വരത്തില്ല, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയെ, നാണമാ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അവനെ വിട്ടേക്കാൻ ഉപദേശിക്കണ്ട. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മോനെ വിട്ടേക്ക് ഉപദേശിക്കണ്ട, കാരണം ഈമാൻ ഉള്ളതിന്റെ അടയാളമാണ് ലജ്ജയെന്ന് മഹാനായി നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു. നിനക്കതില്ലാത്തതിന് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ആരുടെ മുമ്പിലും കയറി നിൽക്കും, നീ ആരുടെ മുമ്പിലും പോയി നിൽക്കും, നിനക്കതൊന്നുമില്ല. പക്ഷെ ആ കുട്ടിക്ക് ബോധമുണ്ട്, ഈമാൻ ഉള്ളത് കൊണ്ടാ, അള്ളാനെ പേടിയുള്ളത് കൊണ്ടാ ഇങ്ങനെ നിൽക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലജ്ജയുണ്ടാകണം. ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും കാണിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ലജ്ജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം 2. നിർത്താറായോപ്പാ? 10:40 10:40 11 മണിക്ക് നിർത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കിക്ക്. പറയണമെന്ന് ആഗ്രഹമുള്ള, ഉസ്താദ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഭൂരിഭാഗം പേര് കൈപൊക്കിയാലേ, ചില അരക്കയ്യന്മാരും ഉണ്ട്, അതാ നോക്കണേ. അൽഹംദുലില്ലാ, ഈ കൈപൊക്കി എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവെ, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, നിന്റെ സ്വർഗത്തിന്റെ അവകാശികളെ നീ പെടുത്തണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത അള്ളാഹുവിനെ വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഭയമായിരുന്നു പടച്ചവരെ, അള്ളാഹനെ വല്ലാത്ത പേടി. ഉസ്മാൻ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, വല്ലാതെ അള്ളാഹുവിനെ ഭയന്നിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ എപ്പോഴും ഇങ്ങനെ കരയാറുണ്ട് ഉസ്മാൻ നിങ്ങളുടെ ജീവിതം നോക്കിയ. ഖബർ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കരയാറ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഖബർ കാണുമ്പോൾ വല്ലാത്ത കരച്ചില. അപ്പൊ ഈ സഹാബത്ത് ഒരിക്കൽ ചോദിച്ചു, തങ്ങളെ നരകം പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. നരകം പറയുമ്പോഴോ മഹ്ശറ പറയുമ്പോഴോ അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ച് പറയുമ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനൊന്നും കരയാറില്ല. ഈ ഖബർ കാണുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്താ? മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ് ഉസ്മാൻ തങ്ങള്. നബി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, നരകം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ല, അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ല. ഉസ്മാൻ തങ്ങളെ, ഖബർ കാണുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നുണ്ടല്ലോ. ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ, ഖബർ കാണുമ്പോ ഉസ്മാൻ തങ്ങൾ വല്ലാതെ കരയാറുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ടവര്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബറിനകത്ത് ഒരു മനുഷ്യനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലാത്തവരാണ് പടച്ചവരെ. നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. നമ്മളെപ്പോഴും ആൾക്കാരുടെ കൂടെയാണ്. ഒന്നുകിൽ വാപ്പ കാണും, അല്ലെങ്കിൽ ഉമ്മ കാണും, കൂടപ്പിറപ്പ് പാട്, ഭാര്യ കാണും, മക്കള് കാണും, ആരുമെങ്കിലും നമ്മുടെ കൂടെ കാണുമല്ലോ. പടച്ചവനെ, നമ്മൾ മരണപ്പെട്ടു, നമ്മൾ നാളെ മസ്റയിൽ പോകുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. പടച്ച റബ്ബേ, നമ്മൾ നരകത്തിലാണെന്ന് കരുത്. നരകത്തിലായാലും അവിടെ കൂടെയാളുണ്ട്. നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ അവിടെയും ആളുണ്ട്, അറാഫിലാണെങ്കിലും അവിടെയും ആളുണ്ട്. പടച്ചവനെ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ കടന്നു വരികയാണ്. നമ്മൾ നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും മഹ്ശറയിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരെങ്കിലും വരാറുണ്ട് സഹോദരാ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നത്.
ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ മോനെ. ആ ഖബറിനകത്ത് വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, ഒരു മനുഷ്യനുമില്ലാതെ ഏകാന്തതയുടെ വീടായ ഖബറിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടവരാണ്. അവിടെ ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ, അവിടെ ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടാ വല്ലാതെ കരയുമായിരുന്നു. കരയണം സഹോദരാ, കരയണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ കരയണം സഹോദരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. മക്കളെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ കരയണമെന്നാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണം, ഖബർ കണ്ടാ കരയണം. ആരാടോ കരയുന്നത്? ഇന്ന് ഖബർ കുഴിക്കുന്നവനും ചിരിക്കുകയാണ്. ഖബർ കുഴിക്കുന്നവൻ പോലും മുണ്ട് മടക്കി കുത്തി വായിൽ വീടി കുറ്റി വെച്ച് തമാശ പറഞ്ഞിട്ടാ കുഴിക്കുന്നത്. അവൻ കരയാറില്ല, അവനൊരു പേടിയില്ല. ഖബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിറക്കി വെക്കുന്നവനും കരയാറില്ല, കൊണ്ടുപോയി പലക നിരത്തുന്നവനും കരയാറില്ല, മണ്ണു വാരിയിടുന്നവനും കരയാറില്ല, മണ്ണു വെട്ടിയിടുന്നവനും കരയാറില്ല, വെള്ളമൊഴിക്കുന്നവനും കരയാറില്ല, ചെടി നടന്നവനും കരയാറില്ല, ദുആ ചെയ്യുന്നവരും കരയാറില്ല. മക്കളെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. എന്തുകൊണ്ടാ പടച്ചവനെ ഖബർ കണ്ടാ കരയണമെന്ന് പറയാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവര്, ഖബറിന്റെ ചാരത്തു പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ സംസാരിക്കുന്നുണ്ടോ? ഖബറിന് നാവുണ്ട് സഹോദരാ, ഖബറിന് നാവുണ്ട് സഹോദരാ. ഞാൻ സംസാരിക്കുന്നത് പോലെ ഖബറിനും നാവുണ്ടടോ. ഖബറിന്റെ പരിസരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റണം സഹോദരാ. എന്തുകൊണ്ടാണ് കരച്ചിൽ വരാത്തതെന്നറിയുവോ? നമുക്കറിയാഞ്ഞിട്ടാണ്. ആ ഖബറിനെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, ഈ നാട്ടിൽ ഖബർ കുഴിക്കുന്ന സഹോദരനോട് പറയുകയാണ്, മോനെ, ഖബർ കുഴിക്കുന്ന സമയത്ത് നീ ഒന്ന് ചിന്തിക്കണേ. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്തെന്നറിയുവോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദ്രി. നബിതങ്ങൾ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ. നബിതങ്ങൾ പറയുന്നു, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കരയാതെ കഴിക്കാൻ പറ്റൂല. കുടിക്കാൻ വെള്ളമെടുത്തു, നെഞ്ചത്തടിച്ച് കരയും വാപ്പാ. വയദ്രിബു അലാ സദ്രി. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് പഠിച്ചവരാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ്. ഖബർ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുമ്പോ, ആ
ആ ഏകാന്തതയുടെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവരാട്. വെളിച്ചമില്ല പെങ്ങള്, വീടിന്റെ അകത്ത് ഫാനും ലൈറ്റുമെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പേടിക്കുന്ന പെങ്ങള്, 6 അടി മണ്ണിനകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് പലക നിരത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അല്ലാഹുവേ ഞാനും നിങ്ങളും ഏകാന്തരായതിനകത്ത് കിടക്കേണ്ടവരാട്. റബ്ബേ ഞങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇത് ജാരിയായ സദഖയാണ്, ഇത് ജാരിയായ സദഖയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ മദ്രസയുടെ മുകളിൽ പടച്ചവനെ ഒരു ബിൽഡിംഗ് പണിയാനാണ്. നല്ല കാര്യമല്ലേ സഹോദരാ? സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കണോ? അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം ആരെങ്കിലും സദഖ കൊടുക്കാൻ കഴിഞ്ഞാൽ അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ സദഖ വിപത്തുകളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്. എപ്പോഴെവിടെ വെച്ചാണ് അപകടം വരുന്നതെന്നറിയില്ല. ഇന്ന് വെളുപ്പാങ്കാലത്ത് പത്രമെടുത്തപ്പോ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് കണ്ണു നിറയുകയാണ്. മലപ്പുറം ജില്ലയില് പടച്ചവനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാര് അവര് സഞ്ചരിച്ച വാഹനം മറിഞ്ഞിട്ട് മൊബൈൽ എടുത്തു നോക്കുമ്പോ 9 ആംബുലൻസുകൾ ഇങ്ങനെ നിരന്നു പോവുകയാണ്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നടോ. ഒരു കുടുംബമല്ലേ പടച്ചവനെ, ഉമ്മ പോയാ പിന്നെ എല്ലാം പോയില്ലേ, ഉമ്മ പോയാ പോയില്ലേ സഹോദരിമാര്. എത്ര സഹോദരിമാരാണ് അല്ലാഹുവേ പടച്ച റബ്ബിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായത്. റബ്ബേ എല്ലാ പ്രതീക്ഷകളും അണഞ്ഞില്ലേ, ഒരൊറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്ന് തരിപ്പടമായില്ലേ. അർഹമുറഹീമായ അല്ലാഹ്, ആ മരണപ്പെട്ടു പോയ സഹോദരിമാരുടെ കുടുംബത്തിലെ മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ അല്ലാ. ഉമ്മയ്ക്ക് പകരം ആരുമാകില്ല അല്ലാ. റബ്ബേ ആ കുടുംബങ്ങൾക്ക് നീ സമാധാനം കൊടുക്കു റബ്ബേ. ആ സഹോദരിമാരുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവന്. ഒറ്റയടിക്കെല്ലാം അവസാനിച്ചു പോയല്ലോ. ഇതാണോ അപകടങ്ങളും ദുരന്തങ്ങളും? ഇതിനെ തട്ടിമാറ്റാൻ നമ്മൾ ബക്കറ്റിന്റെ അകത്തിടുന്ന 10 രൂപയ്ക്ക് കഴിയും സഹോദരാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാരകമായ രോഗങ്ങളുണ്ടല്ലോ ഉസ്താദേ, ക്യാൻസറാ, ട്യൂമറാ. ഇന്നൊരു സഹോദരൻ തന്റെ ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. ഉസ്താദേ സർജറി പറഞ്ഞിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ ആ കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാന്, നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. ഇതുപോലെ രോഗം പിടിച്ച എത്രയോ പേരെ നമ്മൾ കാണുന്നവരാണ്. വേദന സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട്. പെങ്ങളെ നബിതങ്ങൾ പറഞ്ഞ മരുന്നെന്താണ്? ഏത് രോഗവും മാറാ നബിതങ്ങൾ പറഞ്ഞ മരുന്നെന്താ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. ചികിത്സിക്കു പെങ്ങള്, നിന്റെ രോഗം സദഖ കൊടുത്ത് ചികിത്സിക്കു പെങ്ങള്. ചിരിയും കളിയും തമാശയും എല്ലാം പടച്ചവനെ തകർത്തു കളയുന്ന ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ, റിവറി രോഗം പോലെ മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? നമുക്കറിയില്ല പെങ്ങള്. ഈ ബക്കറ്റിന്റെ അകത്ത് ഓരോ രൂപ ഇടുമ്പോ അല്ലാഹുവോട് പറയണം, പടച്ചവരെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, പനിയാക്കി മാറ്റണേ അല്ലാ.